ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു ആംല കാൻഡിയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. आज हम बनाने जा रहे हैं आंवला कैंडी. दिखाएंगे कैसे. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 1 കിലോ നെല്ലിക്ക കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1 किलो आंवला धो के रखा है. आंवला का सीजन है, सब लोग बना सकता है ഈ ടൈം में. നെല്ലിക്കയുടെ സീസൺ അല്ലേ, നമുക്ക് ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ നല്ല സമയമാണ്. നല്ലതായിട്ട് സ്റ്റീം വന്നു കഴിഞ്ഞു. अच्छा से स्टीम आ गया आंवला, इसमें डालेंगे. നെല്ലിക്ക ഇട്ട് 12 मिनट वरे വേവിക്കാൻ പറ്റും. 12 मिनट तक अच्छे से स्टीम करने के लिए रखेंगे. 12 मिनट ആയി നമുക്ക് നെല്ലിക്ക നോക്കാം. 12 मिनट हो गया. ये आंवला अच्छे से पक गया. നല്ലതായിട്ട് വെന്തിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. അത് ഓഫ് करके ठंडा करने के लिए रखेंगे. നമുക്ക് തണുക്കാൻ വെക്കാം. നെല്ലിക്ക എല്ലാം നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. आंवला पूरा अच्छे से ठंडा हो गया. देखिए इसका कुरु माറ്റി എടുക്കാം. इसका बीजा निकालना है. ऐसे ही सब करना है. നെല്ലിക്ക എല്ലാം ഞാൻ അതിൻ്റെ കുരു എല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. आंवला का बीजा पूरा निकाल कर रखा है. थोड़ा थोड़ा डाल के अच्छे से पीस के आएंगे. നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് അരച്ചിട്ട് വരാം. നെല്ലിക്ക മുഴുവൻ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഞാൻ അരച്ചതാണ്. बिल्कुल पानी दिया नहीं, अच्छे से पीस के आया है. പാൻ ഗരം നോക്കിയാ ഒരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗീ डालेंगे. നെല്ലിക്ക അരച്ചത് ഈ പാനിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. आंवला पीस के रखा था वो पैन में डालेंगे. अच्छे से ड्राई करना है. നല്ലതായിട്ട് ഡ്രൈ ആകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. अच्छे से ड्राई होने तक मिला दीजिएगा. നെല്ലിക്കയുടെ വെള്ളം കുറച്ചൊന്ന് പറ്റിയിട്ടുണ്ട്. आंवला का पानी थोड़ा सा सूख गया है. इसोटे നമുക്ക് 1 किलो നെല്ലിക്കയ്ക്ക് 1/2 किलो पंचदारा, 1 किलो आंवला के लिए आधा किलो चीनी. अच्छे से मिला दीजिए. നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്തൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. अच्छे से मिक्स करके ड्राई करना है. നെല്ലിക്കയ്ക്കകത്തോട്ട് മധുരം ബാലൻസ് ചെയ്യാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ नमक डालेंगे. अच्छे से मिला दीजिएगा. നല്ലതായിട്ട് മിക്സ് ചെയ്ത് മിക്സി का जार में धनिया पत्ता 1 मुट्ठी, ഒരു പിടി മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട്. കരിയേപ്പത്ത, കരിയാപ്പിൻ്റെ ഇല, കുറച്ച് ഇഞ്ചി, अदरक 1 ടേബിൾ സ്പൂൺ. थोड़ा पानी भी डाल के अच्छे से पीसेंगे. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നെല്ലിക്കയുടെ വെള്ളം കുറച്ച് പറ്റിയിട്ടുണ്ട്. आंवला का पानी थोड़ा सूख गया है. अभी धनिया पत्ता, കരിയേപ്പത്ത और अदरक पीस के रखा था वो डालेंगे. നമ്മൾ മല്ലിയിലയും എല്ലാം കൂടെ ഇട്ടത് അരച്ചത് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. अच्छे से मिक्स कर दीजिए. इनी 1 टेबल स्पून कॉर्नफ्लोर എടുക്കാം. 1 टेबल स्पून कॉर्नफ्लोर लेना है. थोड़ा पानी डालना है. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. कॉर्नफ्लोर കലക്കിയത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. कॉर्नफ्लोर पानी से मिला के डालेंगे. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. अच्छे से मिक्स कर दीजिए. നെല്ലിക്ക ഒരുവിധം നല്ലതായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. आंवला थोड़ा टाइट हो गया. अभी हम लोग इलायची चीनी में डाल के पाउडर करके रखा था. ഏലക്ക പഞ്ചസാരയ്ക്ക് അകത്ത് പൊടിച്ചിട്ട് വെച്ചിരുന്നതാണ്. നമുക്ക് ഇട്ട് കൊടുക്കാം. മിലാ ദീജിയേगा. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാലാ നമക്ക് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ കറുത്ത ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ചാട്ട് മസാല, 1 ടീസ്പൂൺ ചാട്ട് മസാല. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. थोड़ा नीचे पकड़ने के लिए शुरू किया. अभी 1 टेबल स्पून घी भी डालेंगे. 1 टेबल स्पून നെയ്യും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. अच्छे से मिक्स कर दीजिएगा. अच्छा खुशबू आ रहा है. നല്ല മണമാണ് വരുന്നത്. കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആക്കി എടുക്കണം. और थोड़ा टाइट करना है. ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഈ ട്രേ ले लिया है. ഇതിനകത്ത് നെയ്യ് ഒഴിച്ച് നമുക്ക് നല്ലതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ट्रे में घी डाल के अच्छे से थोड़ा ग्रीस कर दीजिएगा. നെല്ലിക്ക പാനിൽ നിന്ന് മുഴുവൻ വിട്ട് കഴിഞ്ഞു. पानी से पूरा निकल गया आंवला. ऑफ करके ट्रे में डालेंगे. അപ്പം നമുക്ക് ഓഫ് ചെയ്ത് ഗ്രീസ് ചെയ്ത് വെച്ച് ട്രേക്കകത്തോട്ട് ഇട്ട് കൊടുക്കും. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. अच्छे से स्प्रेड कर दीजिएगा. നെയ്യൊന്ന് മുക്കിയിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. थोड़ा लेवल कर दीजिएगा. थोड़ा घी डाल के നല്ലതായിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ट्रे अच्छे से लेवल किया है. अभी ठंडा करने के लिए रखेंगे. നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. നല്ലതായിട്ട് തണുത്ത് अच्छे से ठंडा हो गया. अभी थोड़ा कटिंग करना है. ഞാൻ എല്ലാം സ്ട്രിപ്പായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്.
तब स्ट्रिप होके कटिंग करके रखा है, चीनी पाउडर करके रखा है. पंसार ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിനകത്തോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. स्प्रेड करके थोड़ा चीनी डालेंगे. चाट मसाले കുറച്ച് ഇട്ട് കൊടുക്കാം. थोड़ा चाट मसाला भी डाल रहे. मिक्स कर दीजिएगा. एक एक स्ट्रिप निकाल के ഓരോരോ സ്ട്രിപ്പ് എടുത്ത് നമുക്ക് കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ऐसे ही कटिंग करके ये चीनी का पाउडर में डालेंगे. ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഈ പഞ്ചസാര പൗഡറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആംല ക്യാൻഡി റെഡി ആയി കഴിഞ്ഞു. പഞ്ചസാരയും ചാട്ട് മസാലയും കൂടെ ഇട്ട് നല്ലതായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. चाट मसाला और चीनी पाउडर डाल के मिला के रखा है. हम लोग का कैंडी रेडी हो गया. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആംല ക്യാൻഡി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഊണൊക്കെ കഴിഞ്ഞ് മൗത്ത് ഫ്രഷ്നർ ആയിട്ട് പറ്റിയിരുന്ന നല്ലൊരു ക്യാൻഡിയാണ്. വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉപ്പും ഉണ്ട്, പുളിയും ഉണ്ട്, മധുരവും ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ സാധനം കഴിച്ചു കഴിഞ്ഞിട്ട് വായിലൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇത് വായിലിട്ടാൽ നല്ല ടേസ്റ്റുമാണ്. വയറിന് ഒത്തിരി നല്ലതാണ്. സീസണൊക്കെ വരുമ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ മതി. നമുക്ക് ആണ്ടിലത്തേക്ക് മുഴുവനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഹർമേ सब लोग थोड़ा ट्राई करके देखिएगा. आंवला कैंडी रेडी हो गया. बहुत बढ़िया टेस्ट है, खट्टा है, मीठा है, सब लोग को पसंद हो जाएगा. खाने के बाद एक पीस मुंह में डालने से इंडाइजेशन प्रॉब्लम के लिए भी अच्छा है. നല്ലൊരു കണ്ടെയ്നറിനകത്തിട്ട് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒത്തിരി നല്ലതാണ്. ഇത് മുഴുവൻ ഇതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം. पूरा इसमें डाल के फ्रिज में रखेंगे. साल भर यूज़ करिएगा. ഒരു വർഷത്തേക്ക് വരെ ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. सब लोग थोड़ा ट्राई करके देखिएगा. प्लीज़ लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.